ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്ലോറിയസ് ലവ് മലയാളം ടിപ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് തയ്യാറാക്കുവാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനിൽ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ബൗളിലേക്ക് ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ ക്യാബേജ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്, 1 പിടി. ഇതിന് പകരം നമുക്ക് സാധാരണ ഗ്രീൻ പീസ് വേവിച്ചിടാവുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ ഇതിന് പകരം ചേർക്കാം. സവാള ഞാൻ കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം ക്യാരറ്റോ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും പച്ചമുളകുമാണ് ചേർക്കുന്നത്, 1 ടീസ്പൂൺ വീതം. ഇതിലേക്ക് അടുത്തായിട്ട് ചേർത്തത് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. അടുത്തായിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ്, അതൊന്ന് ഗ്രേറ്റ് ചെയ്തിടുന്നു. ഗ്രേറ്റ് ചെയ്തിടുന്നതിന് പകരം നമുക്ക് കൈവച്ച് കുഴച്ചാണെങ്കിലും ഇടാം, പക്ഷെ നല്ല രീതിയിൽ കുഴയ്ക്കാൻ ഓർക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 മുട്ട പുഴുങ്ങിയതും ഞാൻ ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. ഉരുളക്കിഴങ്ങും മുട്ടയൊക്കെ ഒന്നിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിലേക്ക് ഗരം മസാല 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നു. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർക്കുന്നു. 4 ബ്രെഡ് പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഞാൻ 3 ടേബിൾ സ്പൂൺ ഇതൊന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിൽ നമുക്ക് അതിനെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ കൈവശമൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഇവിടെ ഞാൻ കുഴച്ച് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് മല്ലിയിലയും അതേപോലെ തന്നെ കറിവേപ്പിലയാണ്. ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കുകയാണ്. അത് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതിൽ പച്ചക്കറി ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെയും അതേപോലെ മുട്ട ആഡ് ചെയ്തത് കൊണ്ട് തന്നെയും ഇത് ന്യൂട്രീഷ്യസ് ആണ്. അടുത്തതായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 മുട്ട പൊട്ടിച്ചു അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് ഇളക്കി വെച്ചിരിക്കുന്നതാണിത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് എടുത്ത് ഒന്ന് കുഴച്ച് ഷേപ്പ് ആക്കുകയാണ്. കുറച്ച് എണ്ണ വേണമെങ്കിൽ നമുക്ക് കയ്യിലൊന്ന് പുരട്ടി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പോ സ്ക്വയർ ഷേപ്പോ ഫിംഗർ ഷേപ്പോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് അത് വയ്ക്കാവുന്നതാണ്. ഇവിടെ ഞാൻ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് തയ്യാറാക്കി വയ്ക്കുന്നത്. ഇതിനി ഒരു 10 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്. അതിനുശേഷം ഞാൻ എടുത്ത് മുട്ടയിലൊന്ന് കോട്ട് ചെയ്തു. അതിനുശേഷം ബ്രെഡ് ക്രംസ് നമ്മൾ മുമ്പ് എടുത്ത് വെച്ചിരുന്ന 4 ബ്രെഡ് പൊടിച്ചതിൻ്റെ ബാലൻസ് ആണിത്. അതിലേക്ക് ഞാനൊന്ന് കോട്ട് ചെയ്ത് എടുത്ത് വയ്ക്കുകയാണ്. അങ്ങനെ ഓരോന്നും ഞാൻ കോട്ട് ചെയ്ത് വയ്ക്കുന്നു.
ഇപ്പോൾ പച്ചക്കറി കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അവർ കഴിക്കുന്നതായിരിക്കും. അങ്ങനെ ഞാനെല്ലാം കോട്ട് ചെയ്തെടുത്തേപ്പോണ്ട്. ഇതേ സമയം ഞാനൊരു പാനിൽ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. സൺഫ്ലവർ ഓയിലൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഓരോന്നായിട്ട് എടുത്തിടുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുവാൻ വേണ്ടി. ഹൈ ഫ്ലെയിമിലിടരുത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞു പോകും. ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞു. നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഞാൻ തിരിച്ചിടുന്നു. പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലും നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. രണ്ട് സൈഡും നല്ലതായിട്ട് ഫ്രൈ ആവട്ടെ. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിത് വറുത്ത് കോരുകയാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അത് കമൻറ്റ് ബോക്സ് ഇടാൻ മറക്കരുത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി. അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ ഞാൻ ബാക്കിയുള്ള നമ്മുടെ സ്നാക്സും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും അല്ലാതെ ചായയുടെ കൂടെ കഴിക്കാനാണെങ്കിലും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം.